ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാ ഡിസൈൻസ്. ആക്സസറീസ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ ഈ മാല. ഇതിന്റെ പോളിഷിങ്ങും ഇതുമൊക്കെ. ഇത് സ്പെഷ്യലി ഒരു വെരി സ്പെഷ്യൽ മാനുഫാക്ചറർ, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ആക്സസറി മാനുഫാക്ചറുടെ കയ്യിൽ നിന്നുള്ള ലെയർ മാലയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ. മറ്റേതുപോലെ ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതിന്റെ കട്ടിംഗ് ഒക്കെ സെയിം ആസ് ഗോൾഡ്. നമ്മൾ മലബാറിലോ ജാൽക്കാസിലോ ഒക്കെ പോയി എടുത്താണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. വിശ്വസിക്കൂല. എങ്ങനെ വന്നാലും നമ്മൾ ജ്വല്ലറി കൊണ്ടുപോയ ജ്വല്ലറിക്കാർക്ക് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും നല്ല ഫിനിഷിംഗിൽ ചെയ്തിരിക്കുന്ന മാറ്റ് ഫിനിഷ്ഡ് ലെയർ മാല, ലോങ് ചെയിൻ. പ്രൈസ് ഈസ് 2500. 2500 ഈ മാലയുടെ പ്രൈസ്. എക്സ്പെൻസീവ് ആവാനുള്ള റീസൺ ഈ മാലയിൽ തന്നെ ഉണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ മേക്കിംഗ് ചാർജ് എന്നും പറഞ്ഞാൽ അവർ മേടിക്കുന്ന കോസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന്റെ എനിക്ക് ഇങ്ങനത്തെ ഒരു മാല വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 70,000-80,000 രൂപ നമ്മൾ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അത്രയും വാല്യൂ ഉള്ളതാണ്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെയർ ചെയിൻ ആൻഡ് ദ പ്രൈസ് ഈസ് 2500. റെഡി ഫോർ ഡെസ്പാച്ച്, എക്സ്പ്രസ് ഡെലിവറി. ഫസ്റ്റ് വൺ ഈസ് ഗ്രീൻ പേൾസ് ആണ്. ഗ്രീൻ സ്റ്റോൺ ആണ്, അതായത് ഗ്രീൻ കളറിലുള്ള സ്റ്റോൺ ആണ്. സെക്കൻഡ് വൺ ഈസ് റൂബി. ഉണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂബി കളർ. തേർഡ് വൺ വരുന്നത് ഷാമ്പെയിൻ കളർ. ഇതിനെന്തോ പേരുണ്ടല്ലോ ഈ കളറിന്. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലല്ലോ കേട്ടോ ഇതിൻ്റെ ഇത് പറയാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഫീൽഡിൽ ആദ്യത്തെ തുടക്കക്കാരിയാ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ലെയർ ചെയിൻ 2500. എക്സ്പ്രസ് ഡെലിവറി ആണ്, 3 ദിവസത്തിൽ കിട്ടും. അടുത്തത് മൾട്ടി കളേഴ്സ് എല്ലാം കൂടി വരുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൊതിയാവും ഇങ്ങനത്തെ മാല ഒന്നുകൂടെ. എടുത്ത് 2500 രൂപ കൊടുത്ത് ഇത് വാങ്ങിച്ചു വെച്ചാൽ നമ്മൾക്ക് ഇനിയുണ്ടോ ഷെയ്ഡ്സ്? 2500 വെച്ച് നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഇനിയുണ്ടല്ലേ ഒരു ഇതുപോലത്തെ മൾട്ടിയിൽ പേസ്റ്റൽസ് വരുന്ന മൾട്ടിയും ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ഇത് വാങ്ങിച്ചു വെച്ചാൽ വേർത്താണ് കേട്ടോ. ഇങ്ങനത്തെ മാലയൊക്കെ ജ്വാലക്കാസിലും മലബാറിലൊക്കെ ഇരിക്കുമ്പോൾ വാങ്ങിക്കാൻ കൊതിയില്ലാത്ത ആളുകൾ ആരുള്ളത് നമ്മുടെ കൂട്ടത്തിൽ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് ഒക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത്രയും ഹെവി മേടിച്ചിട്ട് നമ്മൾ ഇടുന്നില്ലല്ലോ, വല്ല കാലത്തും വല്ല 1 വർഷത്തിലോ 2 വർഷത്തിലോ ഓരോ ഒക്കേഷനും നമ്മൾ വെയർ ചെയ്യും. എല്ലാം കൂടി ഇങ്ങനെ കാണിച്ചത് നമ്മൾ വെയർ ചെയ്യും. അത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ വാർഡ്രോബിലിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ലോക്കറിലിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ? ഉണ്ടോ? അപ്പോൾ കൊതിയില്ലാത്ത ആളുകൾ ആരാള്? ഞാനൊന്നും ഗോൾഡ് ഒട്ടും ഉപയോഗിക്കാത്ത ആൾ. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യ. ശരിയല്ലേ ഞാൻ പറയണത്? വേഗം പർച്ചേസ് ചെയ്ത 2500 ആണ്. 3 ഡേയ്സിൽ കിട്ടും. അടിപൊളി ആയിട്ടാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.